നമുക്ക് മത്തങ്ങയും പയറും എടുത്ത് എരിശ്ശേരി ഉണ്ടാക്കാം. അതിന് കുതിർത്ത് വെച്ച പയറാണിത്. ഇത് നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളവും ഒഴിച്ച് 2 വിസിൽ വരുത്തിക്കാം. പിന്നീട് മത്തങ്ങ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് അതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, നമ്മളെ മത്തൻ ഒന്നും കൂടി വേവാനുണ്ട്, പകുതി വെന്തിക്കുന്നു. ഇനി ആ തേങ്ങയിലേക്ക് 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി എന്നിവയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് 1 ടീസ്പൂൺ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്താൽ മതി, നല്ലോണം അരയണ്ട. നമ്മളെ പയറ് വെന്ത് ഇത് നമുക്ക് മത്തനിലോട്ടിടാം. മത്തങ്ങയും വെന്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. അരപ്പും അതിലേക്കിട്ട് നമുക്ക് നന്നായി യോജിപ്പിക്കാം. മത്തങ്ങ ചില കഷ്ണങ്ങളെ ഞാൻ ഉടയ്ക്കുന്നുള്ളൂ, മുഴുവനും ഉടയ്ക്കുന്നില്ല. ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇടാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം 2 വറ്റൽമുളകും കുറച്ച് ജീരകവും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. തേങ്ങ നല്ലോണം കളറൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് ഇത് മത്തനും മമ്പയറിലോട്ട് ഒഴിക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി റെഡിയായി.